SNDP യോഗം BJPയുമായി രാഷ്ട്രീയ ചങ്ങാത്തത്തിനില്ലെന്ന് വെള്ളാപ്പള്ളി നടേശൻ. BJP കേരളത്തിൽ അക്കൗണ്ട് തുറക്കില്ല. ഉമ്മൻചാണ്ടി ഭരണം ക്രിസ്ത്യൻ മതവിഭാഗത്തിന് മാത്രമായുള്ളതെന്നും വെള്ളാപ്പള്ളി നടേശൻ കൂട്ടിച്ചേർത്തു. ഈ രാജ്യത്ത് BJPയുടെ ചങ്ങാത്തം പിടിക്കാനൊന്നും ഞങ്ങളുണ്ടാകത്തില്ല. അതൊന്നും നിങ്ങൾ അതിന് പ്രതീക്ഷിക്കേണ്ട. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചങ്ങാത്തം പിടിക്കില്ല, കോൺഗ്രസിനാണ് ചങ്ങാത്തം പിടിക്കാൻ പാടില്ല. ഇതില്ലാത്തൊരു മുന്നണി ഇവിടെ സംവിധാനത്തിന് ജനം ദാഹിക്കുന്നുണ്ടെന്നാണ് എൻ്റെ വിചാരം. കാരണം BJPക്ക് ഇവിടെ ഒരു അക്കൗണ്ട് തുറക്കാനുള്ള യാതൊരു സാധ്യത ഇവിടെ കാണുന്നില്ല. രാജ്യത്ത് പെട്രോളിനും ഡീസലിനും വില കുറഞ്ഞു. പെട്രോൾ ലിറ്ററിന് 2 രൂപയും ഡീസൽ ലിറ്ററിന് 50 പൈസയുമാണ് കുറച്ചത്. പുതുക്കിയ വില ഇന്ന് അർദ്ധരാത്രി മുതൽ നിലവിൽ വരും. സെപ്റ്റംബർ 1-നാണ് പെട്രോൾ ഡീസൽ വില പുനർനിർണ്ണയിക്കുന്നത്. 2 ആഴ്ചയായി ആഗോള വിപണിയിൽ എണ്ണവിലയിൽ കുറവാണുണ്ടായത്. ഇതേ തുടർന്നാണ് വില കുറച്ചത്. ജാതി സംവരണത്തിനെതിരെ RSS. സർക്കാർ ജോലികളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും SC, ST, OBC സംവരണം വേണ്ടെന്നാണ് RSSന്റെ നിലപാട്. ഇന്ത്യയിൽ ജാതീയ പിന്നാക്കാവസ്ഥയില്ലെന്നും രാജ്യത്ത് സാമ്പത്തിക പിന്നാക്കാവസ്ഥ മാത്രമാണുള്ളതെന്നും മുതിർന്ന RSS നേതാവ് MG വൈദ്യ പറഞ്ഞു. പിന്നാക്ക സംവരണം ആവശ്യപ്പെട്ട പട്ടേൽ സമുദായം നടന്ന പ്രക്ഷോഭങ്ങളോടും സമരങ്ങളോടും പ്രതികരിക്കവെയാണ് RSS താത്വികാചാര്യൻ ജാതി സംവരണത്തോടുള്ള നിലപാട് വ്യക്തമാക്കിയത്. സാമ്പത്തിക അടിസ്ഥാനത്തിലുള്ള സംവരണമാണ് ഇനി രാജ്യത്തിന് ആവശ്യം. ജാതി അടിസ്ഥാനത്തിലുള്ള സംവരണം അടുത്ത 10 വർഷത്തിനുള്ളിൽ നിർത്തലാക്കണമെന്നും RSSന്റെ മുതിർന്ന നേതാവ് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടു. വിദ്യാഭ്യാസത്തിനും കേന്ദ്ര സംസ്ഥാന സർക്കാർ ജോലികൾക്കും ഏർപ്പെടുത്തിയിരിക്കുന്ന സംവരണം റദ്ദാക്കണമെന്നും MG വൈദ്യ പറഞ്ഞു. ഗുജറാത്തിലെ ഏറ്റവും സമ്പന്നമായ പട്ടേൽ സമുദായമാണ് സംസ്ഥാനത്ത് വ്യാപാരം നിയന്ത്രിക്കുന്നത്. അങ്ങനെയുള്ള പട്ടേൽ സമുദായത്തിന് സംവരണം നൽകുന്നത് അനീതിയാണ്. അതേസമയം ഒരു കാര്യത്തിൽ പട്ടേൽ സമുദായ നേതാവ് ഹാർദിക് പട്ടേലുമായി യോജിക്കുന്നതായി RS നേതാവ് MG വൈദ്യ വ്യക്തമാക്കി. ഞങ്ങൾക്ക് സംവരണം തന്നില്ലെങ്കിൽ ആർക്കും സംവരണം നൽകരുതെന്ന ഹാർദിക് പട്ടേലിന്റെ ആവശ്യം ന്യായമാണ്. എല്ലാ ജാതി സംവരണവും എടുത്തുകളഞ്ഞ് സാമ്പത്തിക സ്ഥിതിയുടെ അടിസ്ഥാനത്തിലുള്ള സഹായം നൽകണം. ന്യൂസ് ബ്യൂറോ, ദില്ലി. കാസർഗോഡ് CPIM പ്രവർത്തകനായ C. നാരായണനെ കൊലപ്പെടുത്തിയ കേസിൽ 1-ാം പ്രതി പിടിയിൽ. 1-ാം പ്രതി RSS പ്രവർത്തകനായ ശ്രീനാഥാണ് പിടിയിലായത്. അതേസമയം ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ ജില്ലയിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ ഇന്ന് ചേർന്ന സർവകക്ഷി യോഗത്തിൽ ധാരണയായി. CPIM പ്രവർത്തകൻ C. നാരായണൻ BJP പ്രവർത്തകരുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് കാസർഗോഡ് ജില്ലയിൽ നഷ്ടമായ സമാധാനാന്തരീക്ഷം പുനഃസ്ഥാപിക്കാൻ സഹകരിക്കാമെന്ന് കാഞ്ഞങ്ങാട് ചേർന്ന സർവകക്ഷി യോഗത്തിൽ വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ ഉറപ്പു നൽകി. പ്രാദേശിക തലത്തിൽ ഇതിനായി സമാധാന ശ്രമങ്ങൾ തുടരും. മുഖം നോക്കാതെ അക്രമികൾക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് യോഗം നിർദ്ദേശിച്ചു. വീട് കയറിയുള്ള അക്രമത്തിൽ നിന്ന് രാഷ്ട്രീയ പ്രവർത്തകർ പിന്തിരിയണമെന്ന് യോഗം അഭ്യർത്ഥിച്ചു. അക്രമങ്ങളെ അപലപിക്കുന്നതിനൊപ്പം സമാധാനം പുനഃസ്ഥാപിക്കാൻ എല്ലാവരുടെയും സഹകരണം അഭ്യർത്ഥിക്കാനുമാണ് യോഗത്തിലുണ്ടായ ധാരണയെന്ന് P. കരുണാകരൻ MPയും യോഗം വിളിച്ചു ചേർത്ത കാഞ്ഞങ്ങാട് MLA E. ചന്ദ്രശേഖരനും പറഞ്ഞു. വീട് കയറിയിട്ടുള്ള അക്രമങ്ങൾ, തുറന്നുണ്ടായിട്ടുള്ള ഒറ്റപ്പെട്ട സംഭവങ്ങൾ, അതിനെയും യോഗം പൂർണ്ണമായിട്ടും അപലപിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ കുറെ കൂടെ ശക്തമായ പോലീസ് പെട്രോളിങ്ങും സംഭവതികളെ സംബന്ധിച്ച് നിഷ്പക്ഷമായ അന്വേഷണം നടത്തി ആവശ്യമായിട്ടുള്ള നടപടികളും പോലീസിന് സ്വീകരിക്കാൻ വേണ്ടി കഴിയണം. നാരായണൻ കൊല ചെയ്യപ്പെട്ട സാഹചര്യത്തിലുള്ള എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളെക്കുറിച്ചും ഇവിടെ ചർച്ച ചെയ്തു. ആ കൊലയെ പൂർണ്ണമായി അപലപിക്കുന്നു. ഓരോ സ്ഥലങ്ങളിലും വീട് കയറി നടത്തിയിട്ടുള്ള അക്രമങ്ങൾ ഉൾപ്പെടെ അപലപിക്കപ്പെടേണ്ടതാണെന്ന്. കാഞ്ഞങ്ങാട് RDO ഓഫീസിലായിരുന്നു സമാധാന കമ്മിറ്റി യോഗം ചേർന്നത്. രാഷ്ട്രീയ വർഗീയ കേസുകളിൽ കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാതെ കേസ് പിൻവലിക്കുന്ന രീതി ഒഴിവാക്കണമെന്ന് ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ ശ്രീനിവാസ് നിർദ്ദേശിച്ചു. സമാധാന ശ്രമങ്ങളുമായി പൂർണ്ണമായി സഹകരിക്കുമെന്ന് CPIM കാസർഗോഡ് ജില്ലാ സെക്രട്ടറി KP സതീഷ് ചന്ദ്രനും BJP ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് K. ശ്രീകാന്തും യോഗത്തിൽ ഉറപ്പു നൽകി. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് CK ശ്രീധരൻ, മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി MC കമറുദ്ദീൻ, ജില്ലാ കലക്ടർ PS മുഹമ്മദ് സഗീർ തുടങ്ങിയവരും സംസാരിച്ചു. BJP പ്രവർത്തകർ അക്രമം നടത്തിയ അമ്പലത്തുകര പേരൂരിലെ വീടുകൾ P. കരുണാകരൻ MPയും CPIM ജില്ലാ സെക്രട്ടറി KP സതീഷ് ചന്ദ്രനും സന്ദർശിച്ചു. C. നാരായണൻ വധക്കേസിൽ പ്രതികളിൽ ഒരാളായ ശ്രീനാഥിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. മറ്റൊരു പ്രതി പുഷ്പരാജ് പോലീസ് വലയിലാണ്. കാസർഗോഡ് ജില്ലയിൽ സംഘർഷാവസ്ഥയിൽ അയവ് വന്നിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. എന്നാൽ കണ്ണൂരിൽ RSS ആക്രമണം തുടരുന്നു. അമ്പാടിമുക്ക്, പള്ളിയാമൂല എന്നിവിടങ്ങളിൽ CPIM പ്രവർത്തകരുടെ വീടിന് നേരെ RSS ബോംബാക്രമണം നടത്തി. പള്ളിയാമൂലയിൽ CPIM ഏരിയ കമ്മിറ്റി ഓഫീസ് സെക്രട്ടറി രാജൻ, അമ്പാടിമുക്കിൽ 2 CPIM പ്രവർത്തകർ എന്നിവരുടെ വീടുകളാണ് ആക്രമിക്കപ്പെട്ടത്. കണ്ണൂരിൽ 2 ദിവസമായി നടക്കുന്ന ആക്രമണങ്ങളുടെ തുടർച്ച തന്നെയായിരുന്നു തിങ്കളാഴ്ച പുലർച്ചെയും നടന്നത്. പള്ളിയാമൂലയിൽ CPIM കണ്ണൂർ ഏരിയ കമ്മിറ്റി ഓഫീസ് സെക്രട്ടറിയും ബ്രാഞ്ച് സെക്രട്ടറിയുമായ രാജന്റെ വീടിന് നേരെ ബോംബാക്രമണമുണ്ടായി. പുലർച്ചെ 4 മണിയോടെ ഉണ്ടായ ആക്രമണത്തിൽ രാജന്റെ വീടിനും സ്ഫോടക ശക്തിയിൽ പരിസരത്തുള്ള 2 വീടുകൾക്കും കേടുപാടുകൾ സംഭവിച്ചു.
CPIM ജില്ലാ സെക്രട്ടറി P. ജയരാജൻ, കേന്ദ്ര കമ്മിറ്റി അംഗം KK ശൈലജ, സംസ്ഥാന കമ്മിറ്റി അംഗം MV ജയരാജൻ, KK രാഗേഷ് MP, M. പ്രകാശൻ മാസ്റ്റർ തുടങ്ങിയവർ ആക്രമണത്തിനിരയായ വീടുകൾ സന്ദർശിച്ചു. അവസാനത്തെ അഭയസ്ഥാനമായിട്ടുള്ള വീടുകൾക്ക് പോലും രക്ഷയുണ്ടാവില്ല എന്നൊരു നിലയാണ് RSSന്റെ അക്രമികൾ സ്വീകരിച്ചു വരുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് നിരവധി വീടുകൾ ആക്രമിച്ചത്. സ്ത്രീകളെപ്പോലും അപമാനിക്കുന്ന ആക്രമങ്ങളും ഇതിൻ്റെ ഭാഗമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതേസമയം BJPയിൽ നിന്നും CPIMലേക്ക് വന്ന അമ്പാടിമുക്കിലെ ധീരജ് വിൽപ്പനയ്ക്കായി പണിത വീട് ആക്രമികൾ പൂർണ്ണമായും തകർത്തു. ഏകദേശം 20 ലക്ഷം രൂപ മുകളിൽ കേടുപാട് സംഭവിച്ചിട്ടുണ്ടാവും. വീട് വിൽപ്പനയ്ക്ക് ഏകദേശം ആയതാണ്, ഒരു ധാരണയിലെത്തിയതാണ്. അപ്പോൾ അത് അറിഞ്ഞുകൊണ്ട് ചെയ്തത്. മുന്നേ ഞങ്ങളുടെ കൂടെ ആൾക്കാർ എന്തെല്ലാം ചെയ്തിട്ടുള്ളത്. അമ്പാടിമുക്കിൽ 2 BJP പ്രവർത്തകരുടെ വീടിനു നേരെയും ആക്രമണമുണ്ടായി. അമ്പാടിമുക്കിലെ CPIM പ്രവർത്തകരായ തനു, ജിഷ്ണു എന്നിവരുടെ വീടിനു നേരെയും ബോംബാക്രമണം നടന്നു. വളപട്ടണം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിന്നും ആക്രമണ പരമ്പര അടുത്ത പ്രദേശങ്ങളിലേക്കും വ്യാപിക്കുകയായിരുന്നു. ആക്രമണം നടക്കുന്നത് പോലീസ് പെട്രോളിംഗിനും കാവലിനും ഇടയിലായിട്ടും പോലീസ് നിഷ്ക്രിയമാവുകയാണെന്ന് വിമർശനവും ഉയർന്നു കഴിഞ്ഞു. അതേസമയം ഉത്തരമേഖല ADGP N. ശങ്കർ റെഡ്ഡിയുടെ നേതൃത്വത്തിൽ കണ്ണൂരിൽ ഇന്ന് ഉന്നതതല യോഗം വിളിച്ചു ചേർത്തു. ദ്രുതകർമ്മ സേനയെയും വിന്യസിച്ചിട്ടുണ്ട്. BJPയിൽ നിന്നും CPIMലേക്ക് പ്രവർത്തകർ ചേക്കേറുന്നതിന്റെ അസഹിഷ്ണുത പ്രകടമാക്കുന്ന ദൃശ്യങ്ങൾ കണ്ടാണ് തിങ്കളാഴ്ചയും കണ്ണൂർ ഉണർന്നത്. കണ്ണൂരിൽ നിന്നും ക്യാമറമാൻ ജയൻ കല്യാശ്ശേരിക്കൊപ്പം PV ജോഷില. കണ്ണൂരിലെ ആക്രമണങ്ങൾ ആസൂത്രിതമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. അക്രമങ്ങളെ അമർച്ച ചെയ്യുമെന്നും ആഭ്യന്തരമന്ത്രി പറഞ്ഞു. കണ്ണൂരിലെ ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ തിരുവനന്തപുരത്ത് ചേർന്ന ഉന്നതതല യോഗത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു ചെന്നിത്തല. വളരെ ആസൂത്രിതമായി ക്രമസമാധാന നില തകർക്കാനുള്ള നീക്കമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ നിന്ന് BJPയും CPIMും പിന്മാറണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഓണം വളരെ സമാധാനപരമായി മുന്നോട്ട് പോവുകയായിരുന്നു. ഒരിടത്തും വ്യാജമദ്യത്തിൻ്റെ പ്രശ്നങ്ങളോ വേറെ തരത്തിലുള്ള സമാധാന പ്രശ്നങ്ങളോ ഒന്നുമില്ലായിരുന്നു. ഓണത്തിൻ്റെ രാത്രിയിലാണ് 2 കൊലപാതകങ്ങൾ CPIMും BJPയുടെയും 2 പ്രവർത്തകരെ കൊലപാതകത്തിലേക്ക് കാര്യങ്ങൾ കലാശിച്ചത്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നടത്താൻ 1 മാസത്തെ സാവകാശം ആവശ്യപ്പെട്ട് സർക്കാർ ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ചു. നവംബർ 24, 25, 26 തീയതികളിലൊന്നിൽ തെരഞ്ഞെടുപ്പ് നടത്താമെന്ന് സർക്കാർ സത്യവാങ്മൂലം നൽകിയത്. ഒക്ടോബർ 17-നകം വാർഡ് വിഭജനം പൂർത്തിയാക്കുമെന്നും സർക്കാർ. 28 പുതിയ നഗരസഭകളിലെയും കണ്ണൂർ കോർപ്പറേഷനിലെയും ഉൾപ്പെടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് നടത്താൻ സാവകാശം വേണമെന്ന് ആവശ്യപ്പെടുന്നതാണ് സത്യവാങ്മൂലം. ഡിസംബർ 1-ന് പുതിയ ഭരണസമിതികൾ നിലവിൽ വരുന്ന രീതിയിൽ തെരഞ്ഞെടുപ്പ് നടത്താൻ അനുവദിക്കണമെന്നാണ് ആവശ്യം. നവംബർ 1-ന് ഭരണസമിതികൾ നിലവിൽ വരുന്ന രീതിയിൽ തെരഞ്ഞെടുപ്പ് നടത്താൻ കഴിയില്ല. 28 നഗരസഭകളിലെയും 1 കോർപ്പറേഷനിലെയും 30 ബ്ലോക്ക് പഞ്ചായത്തുകളിലെയും വാർഡ് വിഭജനം പൂർത്തിയാക്കേണ്ടതുണ്ട്. ഒക്ടോബർ 17-ന് മാത്രമേ വാർഡ് വിഭജനം പൂർത്തിയാക്കി 19-ന് വിജ്ഞാപനം ഇറക്കാൻ കഴിയൂ. നവംബർ 24-നോ 25-നോ 26-നോ വോട്ടെടുപ്പ് നടത്തി 28-ന് ഫലം പ്രഖ്യാപിക്കുകയാണ് ലക്ഷ്യം. തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി പൂർണ്ണമായി സഹകരിക്കുമെന്നും സത്യവാങ്മൂലത്തിൽ പറയുന്നു. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ മന്ത്രിമാർ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി കൂടിയാലോചന നടത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് സത്യവാങ്മൂലം തയ്യാറാക്കിയത്. തദ്ദേശ സ്വയംഭരണ വകുപ്പ് സെക്രട്ടറി മുഹമ്മദ് ഹനീഷാണ് സത്യവാങ്മൂലം സമർപ്പിച്ചത്. അടുത്ത മാസം 3-ന് കേസ് പരിഗണിക്കുന്ന കോടതി സർക്കാരിന്റെ സത്യവാങ്മൂലവും പരിഗണിക്കും. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലപാടും ഇക്കാര്യത്തിൽ നിർണായകമാകും. ന്യൂസ് ബ്യൂറോ, കൊച്ചി. സെപ്റ്റംബർ 2-ന് രാജ്യവ്യാപകമായി കേന്ദ്ര തൊഴിലാളി യൂണിയനുകൾ പണിമുടക്കും. കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെയാണ് പണിമുടക്കെന്ന് ട്രേഡ് യൂണിയൻ നേതാക്കൾ ദില്ലിയിൽ നടത്തിയ സംയുക്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ബാങ്കിംഗ്, ഇൻഷുറൻസ്, ഗതാഗതം തുടങ്ങിയ എല്ലാ മേഖലകളിൽ നിന്നുമുള്ള തൊഴിലാളികൾ പണിമുടക്കിൽ പങ്കെടുക്കും. INTUC, AITUC, HMS, CITU, AUTUC, TUCC, SCWA, AICCTU, UTUC, LPF എന്നീ 10 കേന്ദ്ര തൊഴിലാളി യൂണിയനുകളുടെ ആഭിമുഖ്യത്തിലാണ് രാജ്യവ്യാപകമായി പണിമുടക്കുന്നത്. ബുധനാഴ്ച നടക്കുന്ന പണിമുടക്കിൽ ബാങ്കിംഗ്, ഇൻഷുറൻസ്, റെയിൽ തുടങ്ങി എല്ലാ മേഖലകളിൽ നിന്നുമുള്ള തൊഴിലാളികളും പണിമുടക്കും. അന്നേ ദിവസം രാജ്യം പൂർണ്ണമായും സ്തംഭിക്കുമെന്ന് തൊഴിലാളി യൂണിയൻ നേതാക്കൾ ദില്ലിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. This is a protest against the anti-worker economic policy of the government. We had been agitating for long. We had gone to jail. We had gone to Rasta Roko. We had gone for Rail Roko. Government did not come to sense. We have been compelled to go on strike. കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങളിൽ പ്രതിഷേധിച്ചാണ് സമരം. തൊഴിലാളികളെ ദോഷകരമായി ബാധിക്കുന്ന 12 വിഷയങ്ങളിൽ കേന്ദ്ര സർക്കാരുമായി കഴിഞ്ഞ ദിവസം ട്രേഡ് യൂണിയൻ നേതാക്കൾ ചർച്ച നടത്തിയിരുന്നു. പക്ഷേ അനുകൂലമായ മറുപടി സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായില്ല. കാര്യമായി തൊഴിലാളികൾ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യങ്ങളെക്കുറിച്ചും നിയമ ഭേദഗതികളെക്കുറിച്ചുമൊന്നും സർക്കാർ ചിന്തിക്കുമെന്ന്
വിശ്വസിക്കാൻ പറ്റാത്ത അനുഭവമാണ് നമുക്കുള്ളത്. അതുകൊണ്ടാണ് ഈ പണിമുടക്കുമായി മുന്നോട്ട് പോകാൻ 10 കേന്ദ്ര ട്രേഡ് യൂണിയനുകളും വിവിധ ദേശീയ ഫെഡറേഷനുകളും തീരുമാനിച്ചിരിക്കുന്നത്. 1.5 വർഷം പിന്നിടുന്ന മോദി സർക്കാർ നേരിടുന്ന ആദ്യ ദേശീയ പണിമുടക്കാവും സെപ്റ്റംബർ 2 ന്യൂസ് ബ്യൂറോ, ദില്ലി. വർണ്ണശബളമായ ഘോഷയാത്രയോടെ സംസ്ഥാന സർക്കാരിന്റെ ഓണം വാരാഘോഷത്തിന് സമാപനമായി. കേരള ഗവർണർ പി സദാശിവമാണ് ഘോഷയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തത്. 7 ദിനരാത്രങ്ങൾ തലസ്ഥാനത്തെ ആഘോഷത്തിനുറപ്പിലാക്കിയ ഓണം വാരാഘോഷങ്ങൾക്കാണ് വർണ്ണവിസ്മയ ഘോഷയാത്ര കാഴ്ചയോടെ സമാപനമായത്. സംസ്ഥാന ടൂറിസം വകുപ്പ് ഒരുക്കിയ ഓണം വാരാഘോഷത്തിന്റെ സമാപനം കുറിച്ചുള്ള സാംസ്കാരിക ഘോഷയാത്ര വെള്ളയമ്പലത്ത് പ്രത്യേകം തയ്യാറാക്കിയ പവലിയനിൽ ഗവർണർ പി സദാശിവമാണ് ഫ്ളാഗ് ഓഫ് ചെയ്തത്. 101 പേരുടെ ചെണ്ടമേളവും ആലവട്ടവും വെഞ്ചാമരവും സാംസ്കാരിക ഘോഷയാത്രയെ തിരുവീതിയിലൂടെ ആനയിച്ചു. കേരളീയ വേഷമണിഞ്ഞ സ്ത്രീ പുരുഷന്മാർ മുത്തുക്കുടയും ഓലക്കുടയും ഏന്തിയാണ് ഘോഷയാത്രയെ അനുഗമിച്ചത്. തൃശൂർ പൂരം, ഉത്രാളിപ്പൂരം, മാമാങ്കം, അനന്തപുരിയിലെ ആറാട്ട് എന്നു തുടങ്ങി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ഉത്സവ സാംസ്കാരിക പരിപാടികളെക്കുറിച്ചുള്ള കലാരൂപങ്ങളും പരമ്പരാഗതമായ താളമേളങ്ങളും ഘോഷയാത്രയ്ക്ക് പകിട്ടേവുകയായിരുന്നു. നെയ്യാണ്ടിമേളം, രാജാറാണി കുതിരകൾ, മയൂരനൃത്തം, പരുന്താട്ടം, നീലക്കാവടി, പൂക്കാവടി, ചിണ്ടക്കാവടി എന്നിങ്ങനെയുള്ള ഇനങ്ങൾ കാണികൾക്ക് വിസ്മയ കാഴ്ചയൊരുക്കി. കേന്ദ്ര സംസ്ഥാന സർക്കാർ സ്ഥാപനങ്ങൾ മുതൽ വിവിധ മേഖലകളിൽ നിന്നുള്ള 90ഓളം ഫ്ലോട്ടുകളായിരുന്നു ഘോഷയാത്രയ്ക്ക് മറ്റൊരു വർണ്ണപ്പൊലിമയേകിയത്. ഘോഷയാത്ര കാണാൻ വെള്ളയമ്പലം മുതൽ കിഴക്കേക്കോട്ട വരെ റോഡിന്റെ ഇരുവശങ്ങളിലും വലിയൊരു ജനസഞ്ചയമായിരുന്നു നിരന്നത്. ഓണാഘോഷത്തിന്റെ സമാപന സമ്മേളനം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി നിർവഹിച്ചു. തുടർന്ന് മികച്ച ഫ്ലോട്ടിനും കലാരൂപങ്ങൾക്കുമുള്ള സമ്മാനങ്ങളും വിതരണം ചെയ്തു. വർണ്ണവിസ്മയം തീർത്തുകൊണ്ടുള്ള ഘോഷയാത്രയാണ് ടൂറിസം വകുപ്പ് സമ്മാനിച്ചത്. ഇനി അടുത്ത വർഷത്തെ ഘോഷയാത്ര കാണാനുള്ള കാത്തിരിപ്പാണ്. ഈ ഓണം വാരാഘോഷത്തിന്റെ ഭാഗമായുള്ള സാംസ്കാരിക ഘോഷയാത്രയ്ക്കും തിരശ്ശീല വീഴുന്നു. ക്യാമറമാൻ ബിച്ചു പൂവച്ചലിനൊപ്പം സുനിൽ അരിമാൻ. ഓണാഘോഷത്തിന് സമാപനം കുറിച്ച് തൃശ്ശൂരിലും ആവേശകരമായി പുലികൾ ഇറങ്ങി. 8 സംഘങ്ങളായി 400-ലധികം പുലികളാണ് പുലികളിക്കായി ഇത്തവണ കളത്തിലിറങ്ങിയത്. മാസങ്ങൾ നീണ്ട തയ്യാറെടുപ്പിന് ശേഷമാണ് പെരുവേറും പുലികൾ കളത്തിലിറങ്ങിയത്. 8 ദേശങ്ങളിൽ നിന്നായി 400-ലധികം പുലികളാണ് അരമണിക്കിലേക്ക് താളം ചവിട്ടിയത്. പുലിമുഖം, മെയ്യെഴുത്ത്, പുലിക്കൊട്ട്, താളച്ചുവട്, നിശ്ചല ദൃശ്യങ്ങൾ എന്നിവയിലെല്ലാം ഒന്നാമതെത്താൻ ഓരോ സംഘവും പരസ്പരം മത്സരിച്ചു. പുലിവണ്ടികളിൽ ദേശക്കാർ കരുതി വെച്ച ദൃശ്യങ്ങളുടെ രഹസ്യം പുറത്തായത് അവസാന നിമിഷം മാത്രമാണ്. പുലിക്കൊട്ടിനൊപ്പം പെരുവേറന്മാർ ഉറങ്ങിത്തുള്ളിയപ്പോൾ നാട്ടുകാരും ഒപ്പം ചേർന്നു. തൃശ്ശൂരുകാരുടെ ഓണാഘോഷത്തിന് സമാപനം കുറിച്ചാണ് പുലികളിക്ക് തിരിശീല വീഴുന്നത്. ന്യൂസ് ബ്യൂറോ, തൃശ്ശൂർ. ആറന്മുള ഉത്രട്ടാതി ജലമേളയിൽ കിഴുവൻമഴി പള്ളിയോടം ജേതാവായി. അതേസമയം വള്ളംകളി നടത്തിപ്പിൽ അപാകതയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി മത്സരത്തിൽ പങ്കെടുത്ത പള്ളിയോടങ്ങൾ പ്രതിഷേധിച്ചു. ചരിത്രവും ഐതിഹ്യവും പേറി പമ്പയാറ്റിൽ നടന്ന ഉത്രട്ടാതി ജലോത്സവത്തിൽ ഇത്തവണ മന്നം ട്രോഫിയിൽ കീഴ്വൻമഴി കീഴ്ക്കേഴൂർ പള്ളിയോടങ്ങൾ മുത്തമിട്ടു. ആറന്മുളയുടെ തനത് ശൈലി നിലനിർത്താൻ സംഘാടകർ നടപ്പിലാക്കിയ പുതിയ രീതി മത്സര വള്ളംകളിയുടെ ആവേശം ഒട്ടും കുറച്ചില്ല. എ, ബി ബാച്ചുകളിലായി 48 കരകളിൽ നിന്നും 51 പള്ളിയോടങ്ങളാണ് ഇത്തവണ പമ്പയുടെ ഓളപ്പരപ്പിൽ മാറ്റുരച്ചത്. എ ബാച്ചിൽ 34 പള്ളിയോടങ്ങളും ബി ബാച്ചിൽ 17 പള്ളിയോടങ്ങളും മത്സരത്തിനിറങ്ങി. കുറഞ്ഞ സമയത്ത് ഫിനിഷ് ചെയ്യുന്ന ബാച്ചിനെയാണ് ഫൈനലിൽ പ്രവേശിപ്പിച്ചത്. എ ബാച്ചിൽ 9ാം പാദത്തിലായി നടന്ന മത്സരത്തിൽ 6ാം ബാച്ചിൽ മത്സരിച്ച ടീം 6 മിനിറ്റ് 3.43 സെക്കൻഡ് കൊണ്ട് മത്സരം പൂർത്തിയാക്കിയെങ്കിലും ബാച്ചിൽ മത്സരിച്ച ഒരു പള്ളിയോടം പടിഞ്ഞാറൻ തുഴക്കാരെ ഉപയോഗിച്ചതിനാൽ ഈ ബാച്ചിനെ പുറത്താക്കി. തുടർന്ന് 7 മിനിറ്റ് 4.14 സെക്കൻഡിൽ ഫിനിഷ് ചെയ്ത ബാച്ചായിരുന്നു ഫൈനലിൽ ഏറ്റുമുട്ടിയത്. വാനോളമുയർന്ന ആവേശകരമായ മത്സരത്തിനൊടുവിലാണ് കീഴ്വൻമഴി ജേതാവായത്. ബി ബാച്ചിൽ 7 മിനിറ്റ് 8.53 സെക്കൻഡിൽ തുഴഞ്ഞെത്തിയ കീഴ്ക്കേഴൂർ പള്ളിയോടവും ജേതാവായി. നേരത്തെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കേന്ദ്രമന്ത്രി മഹേഷ് ശർമ്മ ജലോത്സവം ഉദ്ഘാടനം ചെയ്തു. മത്സര വള്ളംകളിയുടെ ഉദ്ഘാടനം സംസ്ഥാന ജലവിഭവ വകുപ്പ് മന്ത്രി PJ ജോസഫും നിർവഹിച്ചു. പമ്പയുടെ ഇരുകരകളിലുമായി ആയിരങ്ങളാണ് ജലോത്സവം കാണാനെത്തിയത്. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട.